നമസ്കാരം. കേരളത്തിനെ അങ്ങനെ ആർക്കും മുക്കിക്കൊല്ലാനാവില്ല, ഞെരുക്കിക്കൊല്ലാനാകില്ല. കേരളം മുന്നോട്ട് പോകും, ആരും കേന്ദ്രത്തിന്റെ ഏത് അവഗണനയും ഞങ്ങൾ നേരിടും എന്നൊക്കെയാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഈ പറയുന്ന സാധനങ്ങളുടെ വില കൂടുന്നതും എല്ലാം നോക്കുമ്പോൾ ഇതിൻ്റെ പ്രധാന കാരണക്കാരൻ കേന്ദ്രമാണ് എന്നാണ്. അതായത് കേന്ദ്രം തരുന്നില്ലേ, കേന്ദ്രം പിടിച്ചു വയ്ക്കുന്നേ, കേന്ദ്രം മനഃപൂർവ്വം അവഗണന കാണിക്കുന്നേ എന്നതാണ് സമരം എന്നാണ് നമ്മുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 8-ാം തീയതി ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ പോവുകയാണ്. ബഡ്ജറ്റിലും പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നു, എല്ലാ കാര്യങ്ങൾക്കും കാരണക്കാർ ഞങ്ങളല്ല, ഞങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല, ഇത് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെയാണ് പറയുന്നത്. അതായത് സ്വന്തം കഴിവില്ലായ്മ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തെ പഴിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ നടത്തിയത്. എന്നാൽ ഇന്ന് പാർലമെന്റിൽ ഈ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞു. അത് നമ്മളാരും ഒരുപക്ഷെ ഇന്ന് ബഡ്ജറ്റിൽ മുങ്ങിക്കൊണ്ട് അറിയില്ലായിരിക്കും. എങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് പാർലമെന്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവിടുത്തെ അംഗങ്ങൾ ചോദിച്ചു, ഇങ്ങനെ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഞെരുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുമാത്രം ഞെരുക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ അംഗങ്ങൾ പോലും, കേരളത്തിലെ അംഗങ്ങൾ പോലും ചോദിച്ചതിന് മറുപടിയായിട്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞത്, നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശയ്ക്ക് അനുസൃതമായാണ്, അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്വകാര്യമായിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അങ്ങനെ പിടിച്ചു വയ്ക്കാനൊന്നും കഴിയില്ല. അതിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനാവില്ല. ഓരോ സംസ്ഥാന സർക്കാരുകളോടും വിവരങ്ങൾ തേടി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. അതിൽ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരുത്താനുള്ള അവകാശം എനിക്കില്ല. ഇതാണ് നിർമ്മല സീതാരാമൻ കൃത്യമായിട്ട് പറഞ്ഞത്. അതായത് ധനകാര്യ കമ്മീഷനാണ് ഓരോ സംസ്ഥാനത്തിനും വിഹിതം എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. എനിക്ക് അതിനകത്ത് മന്ത്രി എന്നുള്ള നിലയിലോ ഞങ്ങളുടെ സർക്കാരിനോ അത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടാൻ കഴിയില്ല. അനാവശ്യമായിട്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നത് എന്നാണ് ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത്. മാത്രമല്ല, ധനകാര്യ കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ യാതൊരു വിധത്തിലുള്ള മുൻധാരണകളും പ്രീണനങ്ങളും കൂടാതെ നടപ്പിലാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഇതാണ് സാഹചര്യം എന്നിരിക്കെ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് കേരളത്തോട് കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്നത് തീർത്തും രാഷ്ട്രീയപരമായ ദുരുദ്ദേശത്തിന്റെ ഭാഗമാണ് എന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ ബഡ്ജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതും രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വേറെ ഒന്നും അവർക്ക് പറയാനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ കേന്ദ്രത്തിനെ പഴിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിലെ ഏക ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവർക്ക് കുറച്ച് ഫണ്ട് നൽകിയാൽ മതി എന്ന് പറഞ്ഞ് ഇടപെടൽ നടത്താൻ ഒരു ധനകാര്യമന്ത്രിക്കും സാധിക്കില്ല. നിർമ്മല സീതാരാമൻ പറഞ്ഞ വാക്കുകളാണിത്. അങ്ങനെ ചെയ്യാനുള്ള ഒരു വകുപ്പുമില്ല. നോക്കൂ, ധനകാര്യ കമ്മീഷൻ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക, ഭരണഘടനാപരമായി നീങ്ങുക. കാരണം കമ്മീഷൻ ആവശ്യപ്പെടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കേന്ദ്ര ഫണ്ട് വിതരണം ചെയ്യുന്നതിൽ ഞാൻ വിവേചനം കാണിച്ചിട്ടില്ല. കമ്മീഷന്റെ ശുപാർശകൾക്ക് വിരുദ്ധമായി ഇടപെടാനുള്ള വിവേചനാധികാരവും എനിക്കില്ല. നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ഇന്ന് വ്യക്തമാക്കിയ കൃത്യമായ കാര്യങ്ങളാണ്. കോൺഗ്രസ് എംപിമാരും പ്രതിപക്ഷ നേതാവുമായ ചില ആൾക്കാർ ചില ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള മറുപടി പറയേണ്ടി വന്നത്. അത് കൃത്യമായി നമുക്ക് മനസ്സിലായല്ലോ. ഈ കേരളത്തിന്റെ ബഡ്ജറ്റിൽ പോലും ഇങ്ങനെ കേന്ദ്രത്തിനെതിരെ പഴിക്കുന്ന ഈ ഗവൺമെന്റ് സ്വന്തം കഴിവില്ലായ്മ, അതായത് ധനകാര്യ കമ്മീഷനെ അവർക്ക് അറിയിക്കേണ്ടത്, അവർക്ക് തരേണ്ടത്, അവർക്ക് ലഭിക്കേണ്ടത്, ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഇന്നതാണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിന് ശേഷിയില്ല, അതിന് കഴിവില്ല. അതുകൊണ്ട് ധനകാര്യ കമ്മീഷൻ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടും ആവശ്യങ്ങൾ, പ്രപ്പോസലുകൾ കൃത്യമായി വയ്ക്കാത്തത് കൊണ്ടുമാണ് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതായത്. അതിന് പഴി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന ഒരു എളുപ്പ വഴി മാത്രമാണ് കേരളത്തിലെ ബഡ്ജറ്റിൽ പോലും ധനകാര്യ വകുപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പരാജയം, ഇതാണ് ഇവരുടെ കഴിവില്ലായ്മ എന്ന് പറയുന്നത്. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കൃത്യമായും കാര്യങ്ങൾ പാർലമെന്റിൽ ഇന്ന് പറഞ്ഞു വച്ചിട്ട് ഉണ്ട്. അത് ഒന്നുകൂടി ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും.